പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് നോക്കൂ, കോഴിക്കോട് അപകടത്തിൽ നിന്നൊരു കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അയ്യോ, അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് പറഞ്ഞാൽ അതാണ്. ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ വികൃതി ഓടിപ്പോയ ഓട്ടം നോക്കിയേ, ബസ് വരുന്നത് നോക്കാതെ. നോക്കൂ, ആ കുഞ്ഞിന്റെ രക്ഷിതാക്കളിലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഉണ്ടല്ലോ. ബസ് എന്ത് ചെയ്യാൻ പറ്റും? ബസ്സിനെ ബ്രേക്ക് ചെയ്യാൻ പോലും കഴിയില്ല. വളരെ പെട്ടെന്ന് ആ ഡ്രൈവർ ഒന്ന് വെട്ടിച്ചത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ സൈഡിൽ തട്ടു എന്നുള്ളൊരു ഉറപ്പല്ലേ. വളരെ പെട്ടെന്ന് വലത്തോട്ടൊന്ന് ഒടിച്ചു, ചവിട്ടി നിർത്തുകയും ചെയ്തു. എന്നിട്ട് ആ കൂളായിട്ട് അവിടെ തിരിച്ചങ്ങ് നടന്നുപോയി. ഒരു വികൃതി കുട്ടിയില്ലേ, ആ ഓട്ടോറിക്ഷയിൽ നിന്ന് കണ്ട് ഇറങ്ങി വന്നത്. അയ്യോ, ദൂരെ നമ്മളെ കാണുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു ടെൻഷൻ. ഷാഹിദ് റഹ്മാൻ, ശരിക്കും പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും തലയിൽ കൈവച്ചു പോകും. അവളാണെങ്കിൽ പുറകിൽ ഈ വണ്ടി വരുന്നത് നോക്കിയതേ ഇല്ല. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ കുട്ടിയാണോ ഈ ഓടിപ്പോയത് ഷഹദ്? ഡോക്ടർ അരുൺ, തീർച്ചയായും ആ ഓട്ടോറിക്ഷയിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കൊപ്പം വന്നതായിരുന്നു. ആ വന്ന് മാതാപിതാക്കൾ ഈ ഓട്ടോക്കാരന് പൈസ കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടി ഇറങ്ങി ഓടുകയായിരുന്നു. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ ബസ് വന്നിട്ടുണ്ടായിരുന്നത്. കുട്ടി ആയതുകൊണ്ട് തന്നെ ബസ് ഡ്രൈവർ കണ്ടിട്ടില്ല. ഒപ്പം തന്നെ അങ്ങനെ ഒരു കുട്ടി അവിടേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുമില്ല. ആ ഘട്ടത്തിലാണ് ഈ കുട്ടി ഓടി വരുന്നത്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ഡ്രൈവർ കൃത്യസമയത്ത് ബ്രേക്ക് പിടിച്ചു, വെട്ടിച്ചെടുത്തു. അതിനുശേഷം ബ്രേക്ക് പിടിച്ചു. അതുകൊണ്ട് വലിയ ഒരു അപകടം ഒഴിവായി എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. മാത്രമല്ല, ഈ ബസ് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ബസ് ഡ്രൈവർക്ക് അത് വലിയൊരു ഷോക്കായിട്ടുണ്ട്. അതിനുശേഷം ഈ സംഭവം നടന്നതിന് ശേഷം ഇതുവരെ ബസ് ഡ്രൈവർ ഈ ബസ് ഓടിക്കാനോ അതുപോലെ തന്നെ വാഹനം ഓടിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് മിനിഞ്ഞാന്നാണ്, അതായത് ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം അതായത് വലിയ രീതിയിലുള്ള രക്ഷപ്പെടും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മൾ ഏവരും തലയിൽ കൈവച്ചു പോകുന്ന തരത്തിലാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. CCTVയിൽ അത് വളരെ വ്യക്തവുമാണ്. ചെറിയ കുട്ടിയാണ്. വീട്ടുകാർ ഈ കുട്ടി ഓടിപ്പോകുന്നത് കണ്ടിട്ടില്ല. പക്ഷേ കുട്ടി ഓടി ഈ ബസ്സിനടുത്ത് എത്തുമ്പോഴേക്കും വീട്ടുകാർ നിലവിളിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ വീട് ഈ റോഡിന്റെ അപ്പുറത്തെ സൈഡിലായിരുന്നിരിക്കണം അല്ലേ? തീർച്ചയായും അങ്ങനെയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കുട്ടിക്ക് പരിചയമുള്ള ഒരു സ്ഥലം പോലെയാണ് കുട്ടി ഓടുന്നുണ്ട്. കാരണം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഓടുകയാണ്. മാതാപിതാക്കൾ തൊട്ട് ഇപ്പുറത്തെ റോഡിലാണ്, അതായത് റോഡിന്റെ എതിർവശത്താണ് മാതാപിതാക്കൾ നിൽക്കുന്നത്. അവിടെ നിന്നും ഈ ഓട്ടോ ഡ്രൈവർക്ക് പണം നൽകി അവിടേക്ക് പോകാൻ വേണ്ടി രക്ഷിതാക്കൾ നിൽക്കുകയാണ്. പക്ഷേ കുട്ടി ഈ ഓട്ടോ ഇറങ്ങിയതിന് തൊട്ട് പുറകെ തന്നെ ഓടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭാഗ്യം എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. ആ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ വലിയ അപകടം ഉണ്ടായത്. ഡ്രൈവർ ശരിക്കും ഒരു മിന്നായം പോലെ ഈ കുട്ടിയെ കണ്ടു കാണാൻ സാധ്യതയുള്ളൂ. കാര്യം നോക്കൂ, ഈ ഓട്ടോറിക്ഷയുടെ മറവിൽ നിന്ന് ഈ കുട്ടി വരുന്നത് സെക്കൻഡുകൾ, നൊടിയിട കൊണ്ടൊന്ന് കണ്ണിൽ പെട്ടിട്ടുണ്ടാവും അല്ലെ? ഒരു പൂമ്പാറ്റ പോലെ ഈ കുട്ടി ഇങ്ങനെ വരുന്നത്. ആ സമയത്ത് ആ ഡ്രൈവർ കാണിച്ച ആ ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ, ആ സമയത്തെ ഒരു ഇടപെടൽ, അത് ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നു. ബിഗ് സല്യൂട്ട് ചേട്ടാ. ചേട്ടനെ ആ പുള്ളിക്കും ആകെ ടെൻഷനായി, ട്രോമാറ്റിക് ആയെന്നാ പറയുന്നത്. പിന്നെ വണ്ടി ഓടിച്ചില്ല. അത് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും, കാരണം അത്രയും വലിയൊരു അപകടമാണ് അദ്ദേഹത്തിന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ കാരണം ഒഴിവായിട്ടുള്ളത്. അതൊരു പക്ഷെ അദ്ദേഹത്തിന് ഒരു ഷോക്കായി മാറിയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ വണ്ടി ഓടിക്കാൻ കൂട്ടാക്കാതിരുന്നത്. അദ്ദേഹത്തിന് അതിൽ നിന്ന് റിക്കവർ ആവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കും അത് മനസ്സിലാകും എത്രത്തോളം ഷോക്കായിരുന്നു പുള്ളിക്ക് ഉണ്ടാവുക എന്നുള്ളത്. കാരണം നമ്മൾ തന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് തലയിൽ കൈവച്ചു പോകും, അയ്യോ എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും പറഞ്ഞു പോകും. അത്തരത്തിലൊരു ദൃശ്യമാണ്. പക്ഷേ എന്തായാലും ഭാഗ്യം എന്ന് പറയാം, വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും ഇത്തരത്തിൽ ഈ വാഹനങ്ങളൊക്കെ നിർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ റോഡിൽ കുട്ടികളൊക്കെ നിർത്തുന്ന സമയത്ത് എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. മിടുക്കിയ കുട്ടിയാണ് അവള്, മിടുക്കിയാണ്. പക്ഷേ അവളിത് നേരത്തെ അപ്പുറത്തെ വീട്ടിലോട്ട് അങ്ങ് ഓടിപ്പോയി, രക്ഷിതാക്കളുടെ കൈയൊക്കെ വിട്ടിട്ട്. രക്ഷിതാക്കളാണെങ്കിൽ ആ ഡ്രൈവർക്ക് പൈസ കൊടുക്കുന്ന തിരക്കിലുമായിരുന്നു. മോളെ അവിടെ നിൽക്കത്തൊക്കെ വിളിച്ചു പറയുന്നതിന് മുമ്പ് തന്നെ റോഡിന്റെ പാതിയോടെ അവൾ എത്തി. ഓടി ഒരു ഒറ്റ ഓട്ടം, പൂമ്പാറ്റയെ പോലെ നേരെ അപ്പുറത്തേക്ക് ഓടാൻ പോയതാണ്. പാവം ആ ഡ്രൈവർ ഉണ്ടല്ലോ. എന്റെ ചേട്ടാ, സൂപ്പറായിട്ടോ. നിങ്ങൾ എന്തായാലും ആ ഡ്രൈവർക്ക് ഒരു അഭിനന്ദനമുണ്ട്.
ആ ഡ്രൈവർക്ക് ഒരു അഭിനന്ദനമുണ്ട്. ചേട്ടൻ കാണിച്ച ആ ഇടപെടലുണ്ടല്ലോ, ആ കൃത്യസമയത്തെ ഇടപെടലാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത്. ചേട്ടൻ ധൈര്യമായിട്ട് വണ്ടി ഓടിച്ചോളൂ, നിങ്ങൾ സൂപ്പറാ. എന്തായാലും ആ കുഞ്ഞിന്റെ രക്ഷിതാക്കൾ ഇത് കാണുമ്പോൾ നമുക്കിത്ര ടെൻഷൻ അടിക്കുമെങ്കിൽ കുഞ്ഞിന്റെ രക്ഷിതാക്കൾക്ക് എന്തോരം ടെൻഷനായിരിക്കും. ഇങ്ങനെയുള്ള കുറേ വികൃതി പൂമ്പാറ്റകളുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഒന്ന് പറയണം, ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. കണ്ടോ ഇപ്പോൾ വണ്ടി ഇടിച്ചേനെ എന്ന് കാണിച്ചു കൊടുക്കണം. എത്ര പറഞ്ഞിട്ടെന്താ, നാളെയും കൈവിട്ടാൽ ഇതേപോലെ ഓടിപ്പോവും. ഇതാണ് ആ പ്രായമല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് സൂക്ഷിച്ചൊക്കെ നിർത്തുക. തിരക്കുള്ള വീഥികളിൽ റോഡുകളിലൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് കൈവിട്ട് കുതിറി ഓടാനുള്ള ഓട്ടം ഉണ്ടാവും. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലല്ലേ. ഇപ്പം നമുക്കിതിങ്ങനെ പറഞ്ഞങ്ങ് തീർക്കാം. ആര് സമാധാനം പറയും? ആ പാവ ഡ്രൈവർ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ചേട്ടാ നിങ്ങൾ സൂപ്പറാ, നിങ്ങൾ ഒരു ടെൻഷനും അടിക്കണ്ട, വണ്ടി എടുത്തോളൂ ധൈര്യമായിട്ട്. ചേട്ടൻ്റെ ആ മനോധൈര്യത്തിന് കൈയിടും.